റോഡിലേക്ക് വീണ മരം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരം മുറിച്ച് നീക്കം ചെയ്യുന്നതിനുള്ള പ്രാരംഭ ഘട്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചുരത്തിൽ നടക്കുന്നത്. മറ്റു വാഹനങ്ങളൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട്. തൽക്കാലം ഒരു വൺ വേ ആയി ചില ഭാഗങ്ങളിൽ കടന്നു വിടാനുള്ള ശ്രമമാണ് പോലീസിന്റെയും ചുരം സംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത്. എന്നിരുന്നാലും ചുരമാണ്, ഒരു ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് വന്നാൽ പോലും മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം പൊതുവെ ചുരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ബ്ലോക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ബ്ലോക്ക് ഈ മേഖലകളിൽ ഉണ്ടാകും. എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് മണ്ണും മരവും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റിന് സമീപമാണ് വലിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. കല്ലും മരങ്ങളും റോഡിലേക്ക് വീണ നിലയിലാണ്. ഇത് നീക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. രണ്ടു ഭാഗത്തു നിന്നും JCBയും ഫയർഫോഴ്സും ലോറിയുമൊക്കെ ഉപയോഗിച്ച കല്ലും മണ്ണും നീക്കുന്ന ശ്രമങ്ങൾ തുടരുകയാണ്. രണ്ടു ഭാഗത്തും വലിയ വാഹന നിരയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ ഗതാഗത കുരുക്കാണുള്ളത്. ഫൈസൽ, ഈ കുടുങ്ങിയ വാഹനങ്ങൾ ഇന്നിനി കടത്തിവിടും എന്ന് കാൽനട യാത്രക്കാരെ അടക്കം ഇപ്പോൾ ഈ മേഖല ക്രോസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപകടത്തിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ വലിയ ഗതാഗതക്കുരുക്കാണ് ചുരത്തിൽ അനുഭവപ്പെടുന്നത്. കോഴിക്കോടിനോട് ചേർന്ന് കിടക്കുന്ന വയനാടിന്റെ ഭാഗങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. നിരന്തരമായി ഗതാഗതക്കുരുക്കുണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് താമരശ്ശേരി ചുരം. അവിടെയാണ് ഇപ്പോൾ കല്ലും മരങ്ങളും വീണത്. ദൃശ്യ പുതിയടത്ത് കൂടി ചേർന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദൃശ്യ, കോഴിക്കോട് നിന്ന് എത്രത്തോളം വാഹനങ്ങൾ ഈ മണ്ണ് മാറ്റാനും കല്ല് മാറ്റാനും ഒക്കെ പുറപ്പെട്ടിട്ടുണ്ട്? വൈകുന്നേരം 6:45 ഇത്തരത്തിൽ ഈ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിയുന്നത്. ഈ 9ാമത്തെ വളവിന് സമീപത്താണ് ഈ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഈ ഫയർഫോഴ്സും അടക്കം ഈ ഭാഗത്ത് JCB എത്തിച്ചാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ മുകൾ ഭാഗത്ത് നിന്ന് എത്തിയാൽ മാത്രമേ ഈ വാഹനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് JCB അടക്കമുള്ള സന്നാഹങ്ങൾ അവിടെ എത്തിക്കാനുള്ളൊരു നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴിക്കോട് നിന്ന് പോയ വാഹനങ്ങൾ, ബസ്സുകളടക്കം വഴി തിരിച്ച് വിടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ ബസ്സുകൾ, അങ്ങോട്ടേക്ക് പോയ ബസ്സുകൾ തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ വിടുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റുകയുള്ളൂ. ഇതുകൂടാതെ ഈ താമരശ്ശേരി ചുരം കയറേണ്ട വാഹനങ്ങൾ തുങ്കത്ത് നിന്ന് തിരിഞ്ഞ് പേരമ്പ്ര, കുറ്റ്യാടി ചുരം വഴി പോകണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ മാറി വഴി തിരിച്ചുവിടുന്നതും ഇതുകൂടാതെ തന്നെ വാഹനങ്ങൾ അവിടെ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സ് അടക്കമുള്ള യൂണിറ്റുകൾ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടക്കുകയാണ്. ഇതുകൂടാതെ ഈ വഴി നടന്നു പോകുന്നവർക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ്, അത്രയും വലിയ രീതിയിലാണ് അവിടെ മണ്ണിടിഞ്ഞിട്ടുള്ളത്. അവിടെ വീണ പാറകളും മണ്ണും ഒക്കെ ഈ ആളുകളെ കൊണ്ട് മാറ്റാനുള്ള ഈ കൈ വെച്ച് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് കൂടിയാണ് ഫയർഫോഴ്സും മറ്റ് യൂണിറ്റുകളും അവിടെ എത്തിക്കാനുള്ള ശ്രമവും നടക്കുന്നത്. ദൃശ്യ, ഏകദേശം എത്ര ഏരിയ ഈ കല്ലും മണ്ണും കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഗതാഗതം സുഗമമാക്കാൻ ഇനി എത്രത്തോളം സമയമെടുക്കും?
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ 9ാമത്തെ വളവിൽ ഏറ്റവും ഒരു വലിയ ഭാഗത്തേക്കാണ് ഇപ്പോൾ മരം ഈ കല്ലും പാറയും മണ്ണും അടക്കമുള്ള മരങ്ങൾ അടക്കമുള്ള ഈ ഒരു വലിയ രീതിയിലാണ് മറിഞ്ഞു വീണിട്ടുള്ളത്. എന്തായാലും ഇത് എത്രത്തോളം വീണിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ രീതിയിൽ തന്നെ റോഡ് ബ്ലോക്ക് ആവുന്ന രീതിയിൽ റോഡിന് കുറുകെ വലിയ രീതിയിൽ തന്നെ മരങ്ങളും കല്ലും പാറയും അടക്കം വീണിട്ടുള്ള ഒരു സ്ഥിതിയാണ്. JCB ടിപ്പർ ലോറികൾ ഒക്കെ അവിടെ എത്തിച്ചാൽ മാത്രമേ കല്ലും മണ്ണും നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായിട്ടുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്ന ഒരു കാഴ്ചകൾ കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരങ്ങളും കല്ലും നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് പോലും ഇവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വലിയ രീതിയിലാണ് നടന്നു പോകുന്നവർക്ക് പോലും വഴി നടക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അത്രത്തോളം മണ്ണും കല്ലും ഒക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.